ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അഞ്ജു മുരളി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSC CGL എക്സാമിന് മാത്സിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളായാലും യു ക്യാൻ ഡൗൺലോഡ് ആൻഡ് യൂസ് CC ലേണിംഗ് ആപ്പ്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഡെയിലി ഫ്രീ മോക്ക് ടെസ്റ്റ്, കറണ്ട് അഫയേഴ്സ്, PDF, ക്വിസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, PDF എല്ലാം നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് CGLന് പ്രീവിയസ് ഇയറിൽ മാത്സിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ദ 3 sides ഓഫ് എ ട്രയാങ്കിൾ. ഞാൻ ഇന്നെല്ലാം മെൻസുറേഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. ദ 3 sides ഓഫ് എ ട്രയാങ്കിൾ ആർ 5 cm, 12 cm and 13 cm. What will be the area of the triangle formed by joining the midpoint of the 3 sides? എന്താണ് 5, 12, 13ന്റെ പ്രത്യേകത? നമ്പർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം. ദാറ്റ് ഈസ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആണ്. പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആണെന്ന് വെച്ചാൽ 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ഈക്വൽ ടു എന്താണ്? 13 സ്ക്വയർ ആണ്. ചെക്ക് ചെയ്ത് നോക്കുക. 25, 144, 169. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 169 കിട്ടും. സോ 3 sides 5, 12, 13 മീൻസ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആണ്. എന്ന് വെച്ചാൽ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണ്? യെസ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതിന്റെ ഹൈപ്പോട്ടന്യൂസ് 13 ആയിരിക്കും. ബേസ് ഓൾട്ടിറ്റ്യൂഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയാലും കുഴപ്പമില്ല കേട്ടോ. 5, 12, 13. ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഓക്കെ. ദെൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഫോംഡ് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് ദ 3 sides. 3 സൈഡിന്റെയും മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ട്രയാങ്കിളിന്റെ ഏരിയ, അതായത് ഈ ഷെയ്ഡ് ചെയ്ത ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ കാണാമല്ലോ. ദെൻ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 1, 2, 3, 4 ഇങ്ങനെ 4 ഈക്വൽ ട്രയാങ്കിൾ ആയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തേക്കുന്നത്. സോ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? ഹാഫ് BH ആണ്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു 5. കട്ട് ചെയ്ത് പോയാൽ 6, 6 ഇൻറ്റു 5 30. 30 എന്ന് കിട്ടി. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? ഷെയ്ഡഡ് ട്രയാങ്കിളിന്റെ ഏരിയ. ഈ ഒരു വലിയ ട്രയാങ്കിളിനെ 4 ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. സോ 30/4. 30/4 എന്ന് വെച്ചാൽ 15/2 എന്ന് വെച്ചാൽ 7.5. 7.5 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ. ഓപ്ഷൻ സി. ഓക്കെ. അടുത്ത ചോദ്യം: ട്രയാങ്കിൾ XYZ ആൻഡ് ട്രയാങ്കിൾ PQR ആർ സിമിലർ. വാട്ട് ഡു മീൻ ബൈ സിമിലർ? ട്രയാങ്കിൾ XYZ is similar to triangle PQR. സിമിലർ എന്ന് പറഞ്ഞാൽ എന്താണ്? XY is to PQ equal to 6:1. സിമിലർ എന്ന് പറഞ്ഞാൽ സിമിലർ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR ഈസ് 6 cm സ്ക്വയർ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ XYZ? നമുക്ക് രണ്ട് സിമിലർ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. ഓക്കെ. ട്രയാങ്കിളിന്റെ PQRന്റെ ഏരിയയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ XYZന്റെ ഏരിയ കാണണം. എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ നമുക്ക് രണ്ട് സൈഡ് XYയും അതുപോലെ PQയും തമ്മിലുള്ള റേഷ്യോ തന്നേക്കുന്നത് 6:1. അത് ഞാൻ ഫ്രാക്ഷൻ ആയിട്ട് 6/1 എന്ന് കൊടുത്തു. പിന്നെ തന്നേക്കുന്നത് PQRന്റെ, ഇവിടെ നമുക്ക് ഇത് XYയും ഇത് PQ ആണ്. PQRന്റെ ഏരിയ ആണ് തന്നേക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ഏരിയ കാണേണ്ടത്, അതായത് XYZന്റെ ഏരിയ ആണ് കാണേണ്ടത്. ഓക്കെ. അപ്പൊ സൈഡ് തമ്മിലുള്ള റേഷ്യോയുടെ സ്ക്വയർ ആയിരിക്കും ഏരിയ തമ്മിലുള്ള റേഷ്യോ. ഇവിടെ ഫസ്റ്റ് ഏരിയ നമുക്ക് അറിയില്ല, X എന്ന് എടുത്തു, ഡിവൈഡഡ് ബൈ PQRന്റെ ഏരിയ എന്താണ്? 6 ആണ്. സോ 6. അപ്പൊ 36/1 ഈക്വൽ ടു X/6. X is equal to 36 into 6. എന്ത് വരും? 216. 216 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം: The area of a triangle is 96 centimeter square and the ratio of its side is 6:8:10. What is the perimeter of the triangle? എന്താണ്? ട്രയാങ്കിളിന്റെ ഏരിയ 96 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 6:8:10 ആണ്. പെരിമീറ്റർ കാണണം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ 6, 8 ശരിക്കും 6x, 8x, 10x ഇതായിരിക്കും സൈഡ്സ്. ഓക്കെ. 36 + 64 എന്താണ്? 100 എന്ന് കിട്ടും അല്ലെ? അതായത് 6, 8, 10 എന്ന് പറയുമ്പോൾ 6, 8, 10 എന്ന് പറയുമ്പോൾ അത് എന്താണ്? പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആണ്. കാരണം 6 സ്ക്വയർ 36 ആണ്, 8 സ്ക്വയർ 64 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്ത് എന്ത് കിട്ടും? 10ന്റെ സ്ക്വയർ 100 കിട്ടും. ഓക്കെ. സോ 6, 8, 10 എന്ന് പറയുന്നത് എന്താണ്? പൈതഗോറിയൻ
ട്രിപ്ലെറ്റ് ആണ്. സോ ട്രയാങ്കിള് എങ്ങനെ വരും? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. ഹൈപ്പോട്ടിന്യൂസ് 10x, ഒന്ന് 6x, ബേസ് 8x എന്ന് എടുത്തു. ഓക്കെ, അപ്പൊ ഏരിയ എന്ത് വരും? ഹാഫ് BH ആണ്. ഹാഫ് ഇൻറ്റു 6x ഇൻറ്റു 8x. അത് എത്രയാന്ന് തന്നിട്ടുണ്ട്? 96 എന്ന് തന്നിട്ടുണ്ട്. ഈ 2ഉം 6ഉം കൂടെ കട്ട് ചെയ്താൽ 3 ഇൻറ്റു 8 24. എക്സ് സ്ക്വയർ ഈക്വൽ ടു 96. 24ഉം 96ഉം കട്ട് ചെയ്താൽ 4. എക്സ് സ്ക്വയർ 4 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ്? 4ന്റെ റൂട്ട്, ദാറ്റ് ഈസ് 2. എക്സിന്റെ വാല്യൂ എന്താണ്? 2 ആണ്. അപ്പോൾ സൈഡ്സ് എന്ത് വരും? ഇത് 12 വരും, 8 ഇൻറ്റു 2 16 വരും, ഇത് 10 ഇൻറ്റു 2 20 വരും. ഇപ്പൊ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എന്ത് വരും? 12ഉം 16ഉം 28ഉം 20ഉം 48, 48 സെന്റിമീറ്റർ എന്ന് വരും പെരിമീറ്റർ. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ചോദ്യം. ദ ഇൻ റേഡിയസ് ആൻഡ് സിർക്കം റേഡിയസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഈസ് 3 സെന്റിമീറ്റർ ആൻഡ് 12.5 സെന്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി. ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ്. ഓക്കെ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അതിന്റെ ഇൻ റേഡിയസ് ആൻഡ് സർക്കം റേഡിയസ്. എന്താണ് ഇൻ റേഡിയസ് എന്ന് പറഞ്ഞാൽ? ഇൻ സർക്കിളിന്റെ റേഡിയസ് ആണ് ഇൻ റേഡിയസ്, സർക്കം സർക്കിളിന്റെ റേഡിയസ് ആണ് സർക്കം റേഡിയസ്. ഇൻ റേഡിയസ് അല്ലെങ്കിൽ ഇൻ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഈ 3 സൈഡും ടച്ച് ചെയ്തുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ വരുന്നതായിരിക്കും ഇൻ സർക്കിൾ. ആ സർക്കിളിന്റെ റേഡിയസ് ആണ് എന്ത്? ഇൻ റേഡിയസ്. ഈ 3 സൈഡും 3 വെർട്ടെക്സും ടച്ച് ചെയ്തുകൊണ്ട് പുറമേ വരുന്നതാണ് എന്ത്? സർക്കം സർക്കിൾ. അതിന്റെ റേഡിയസ് ആണ് എന്ത്? സർക്കം റേഡിയസ്. ഓക്കെ, അപ്പോ ഇൻ റേഡിയസിനും സർക്കം റേഡിയസിനും ഇക്വേഷൻ ഉണ്ട്. ഇൻ കേസ് ഓഫ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, സർക്കം റേഡിയസ് ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ 2 ആണ്. ഇൻ റേഡിയസ് എന്ന് പറയുന്നത് B പ്ലസ് A പ്ലസ് B മൈനസ് H ഡിവൈഡഡ് ബൈ 2 ആണ്. അവിടെ A എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഓൾട്ടിറ്റ്യൂഡ് ആണ്, B ബേസ് ആണ്, H ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇൻ റേഡിയസും തന്നിട്ടുണ്ട്, സർക്കം റേഡിയസും തന്നിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ് വേണ്ടത്. അപ്പോ നമുക്കറിയാം സർക്കം റേഡിയസ് എത്രയാണ്? ഇൻ റേഡിയസ് 3 സെന്റിമീറ്ററും സർക്കം റേഡിയസ് 12.5 ആണ്. ഇൻ കേസ് ഓഫ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, സർക്കം റേഡിയസ് 12.5 ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? 12.5 ഇൻറ്റു 2, ദാറ്റ് ഈസ് 25 സെന്റിമീറ്റർ. ഇതാണ് എന്ത്? ഹൈപ്പോട്ടന്യൂസ്. നമുക്കിനി എന്ത് വേണം? ബേസും വേണം, ഓൾട്ടിറ്റ്യൂഡും വേണം. ഇൻ റേഡിയസ് എത്രയാ? ഇൻ റേഡിയസ് 3 ഈസ് ഈക്വൽ ടു B പ്ലസ് A മൈനസ് H, ദാറ്റ് ഈസ് 25 എന്ന് നമുക്ക് കിട്ടി, ഡിവൈഡഡ് ബൈ 2. അപ്പൊ B പ്ലസ് A മൈനസ് 25 എന്ത് വരും? 2 ഇൻറ്റു 3 6 എന്ന് വരും. അപ്പൊ B പ്ലസ് A എന്ത് വന്നു? 31 എന്ന് വന്നു. നമുക്കിത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ, അപ്പോൾ ഒരു ഹൈപ്പോട്ടന്യൂസ് 25 ആണെന്ന് കിട്ടി. ബാക്കി 2 സൈഡിന്റെ സം എന്താണ്? 31 ആണ്. നമുക്കറിയാവുന്ന ഒരു പൈതഗോറിയൻ ട്രിപ്ലെറ്റിന്റെ ഏതാണ്? 7 24 25. 25 ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇതിന്റെ സം എന്താണ്? 31. അപ്പൊ ഇവിടുത്തെ പോസിബിൾ വാല്യൂസ് എന്തൊക്കെയായിരിക്കും? 24ഉം 7ഉം. മനസ്സിലായോ? അപ്പോ ഇത് 24, ഇത് 7. നേരെ തിരിച്ചെടുത്താലും സെയിം, കുഴപ്പമില്ല. ഓക്കെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ അപ്പൊ എന്ത് വരും? ഹാഫ് BH, ഹാഫ് ഇൻറ്റു 7 ഇൻറ്റു 24. ഇത് കട്ട് ചെയ്താൽ 12 ഇൻറ്റു 7 84 സെന്റിമീറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ SSC CGL എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മാസ്റ്റർ ബാച്ച്. അപ്പൊ മാസ്റ്റർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള 9249089284 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ടൈപ്പ് തിരിച്ച് നിങ്ങളെ കൊണ്ട് സോൾവ് ചെയ്യിപ്പിച്ചിട്ടായിരിക്കും ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ വീക്ക്ലി മന്ത്ലി റിവിഷനും മോക്ക് ടെസ്റ്റും എല്ലാം അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി SSC എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സ്, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക, ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യാം, നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിലെ എല്ലാ പുതിയ പുതിയ അപ്ഡേറ്റ്സും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്